വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 11th ബിസിനസ് സ്റ്റഡീസിലെ 9ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ് ഓർ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ചെറുകിട സംരംഭങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അറ്റ് ദി സെയിം ടൈം വളരെ ഈസിയുമാണ്. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, ഫിനാൻസ്. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ലോണിന് വേണ്ടി ബാങ്കിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും അന്വേഷിക്കുമ്പോൾ ലോണ് കിട്ടാനുള്ള സാധ്യതയും കുറച്ച് കുറവാണ്. അവർ പലപ്പോഴും മടി കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. 2, റോ മെറ്റീരിയൽ. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് റോ മെറ്റീരിയൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യം വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ക്വാളിറ്റി റോ മെറ്റീരിയലും അവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യമായി തീരാറുണ്ട്. 3, മാനേജീരിയൽ സ്കിൽസ്. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യപ്പെടുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ തന്നെയായിരിക്കും. ഓണർ may not be proficient in managing. He may not be a professional manager. ഒരു പ്രൊഫഷണൽ മാനേജർ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ വളരെ വലിയ കാശാവും, വളരെ വലിയ സാലറി കൊടുക്കേണ്ടി വരും. അത് മിക്കവാറും ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതുമാണ്. 4, ലേബർ. നല്ല സ്കിൽഡ് ലേബറെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല തരത്തിലുള്ള പേയ്മെൻറ്റ് നൽകേണ്ടി വരും, സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അത്രയേറെ സാലറി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള അത്രയും നല്ല കഴിവുള്ള എംപ്ലോയീസിനെ മിക്കപ്പോഴും ലഭിക്കാറില്ല. 5, മാർക്കറ്റിംഗ്. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റ് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകൾ വളരെ വലിയ പരസ്യവും മറ്റും കൊടുത്ത് വിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. ക്വാളിറ്റി. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയാതെ പോരുന്നു. കാരണം അവർക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നത് അത്ര നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽ ആവണമെന്നില്ല. അവരുടെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കാം. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ക്വാളിറ്റി കുറവാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ അവരുൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ അപ്പോൾ തന്നെ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും കഴിയാറില്ല. അവരുടെ കപ്പാസിറ്റി പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കഴിയാറില്ല. നെക്സ്റ്റ്, ടെക്നോളജി. മിക്ക ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ടെക്നോളജി ആയിരിക്കും. അവർ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്യുന്ന ടെക്നോളജി ആയിരിക്കും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവുക. ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് പലപ്പോഴും കഴിയാറില്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അത്രയേറെ പൈസ ചിലവഴിക്കാൻ അവർക്ക് കഴിയില്ല. പുതിയ ടെക്നോളജി വാങ്ങിക്കണമെങ്കിൽ അത്രയേറെ കാശ് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുപയോഗിക്കുന്ന ടെക്നോളജി പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. ഗ്ലോബൽ കോമ്പറ്റീഷൻ. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മൾട്ടിനാഷണൽ കമ്പനീസും ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം കമ്പനീസുമായി കോമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറുകിട ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടാണ്. സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടുതൽ കാശ് ചിലവാക്കാൻ വേണ്ടി ഇത്തരം ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മിക്കപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ബിസിനസ് സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ: 1, ഫിനാൻസ്, റോ മെറ്റീരിയൽ, മാനേജീരിയൽ സ്കിൽ, ലേബർ, മാർക്കറ്റിംഗ്, ക്വാളിറ്റി, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ടെക്നോളജി, ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഇതോടുകൂടി ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.